അല്പം വൈകിട്ടാണെങ്കിലേ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇന്നത്തെ നമ്മളെ വീഡിയോ കുറച്ച് ലോങ് ആണ് കേട്ടോ. നമ്മൾ ന്യൂ ഇയറിന് നമ്മളെ വീട്ടിൽ ഉണ്ടായിരുന്ന സെലിബ്രേഷൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്ത് അറിയിക്കുമല്ലോ കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, കഴിഞ്ഞ വർഷത്തെ ന്യൂ ഇയറും നമ്മൾ അപ്പാർട്ട്മെൻറ്റിലായിരുന്നു. ഇപ്പോൾ ഇപ്രാവശ്യത്തെ ന്യൂ ഇയറും കറങ്ങി തിരിഞ്ഞ് നമ്മൾ അപ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും വരുന്നതിന് മുമ്പ് നമ്മൾ വീടുത്തെ ഷോഫിൻ്റെ ടേബിളിൻ്റെ ആ ഒരു പൊസിഷനൊക്കെ ഒന്ന് മാറ്റിയിട്ട് എന്തെങ്കിലും ചേഞ്ച് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു ഞാൻ. ശരിക്കും നമുക്കിന്ന് പട്ടാമ്പി വീട്ടിലേന്ന് ഇപ്രാവശ്യം നമ്മൾ ന്യൂ ഇയർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ബാത്റൂമിൻ്റെ വർക്ക് നടക്കുന്ന കാരണം കൊണ്ടേ അവിടെ നിറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ആയ കാരണം കൊണ്ട് നമ്മൾ അപ്പാർട്ട്മെൻറ്റിലാക്കാം ന്യൂ ഇയറിൻ്റെ സെലിബ്രേഷൻ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി ഞാൻ ഈ ഷോഫ് ഇങ്ങോട്ട് മാറ്റിയിട്ട് അങ്ങോട്ട് ഇട്ടാൽ എങ്ങനെ ഇരിക്കും എന്ന് ആലോചിക്കുന്നത്. വന്ന് കയറുന്ന ഭാഗത്ത് തന്നെ ടേബിൾ ആവണത് അത്രയ്ക്ക് വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ നമ്മളിപ്പോൾ ഈ ഷോഫ് ഇടുന്ന ഈ സ്ഥലം ഉണ്ടല്ലോ, അതിൻ്റെ പിന്നിലൊരു കർട്ടൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനവിടെ ഷോഫും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവുമെന്ന് തോന്നിയ കാരണം കൊണ്ടാണ് നമ്മൾ ഷോഫ് ഇങ്ങോട്ട് എടുത്തിടുന്നത്. പിന്നെ നമുക്കൊരു വെൽവെറ്റിൻ്റെ ഒരു കാർപ്പറ്റൊക്കെ ഉണ്ട്, അതൊക്കെ വിരിച്ച് നമ്മൾ ഷോഫ് ഏകദേശം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അടുത്ത പ്ലാൻ നമുക്ക് എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാക്കി വെക്കണം എന്നുള്ള കേട്ടോ. ഞാനിവിടെ ചിക്കൻ കേക്കാണ് ഉണ്ടാക്കുന്നത്. ഈ ചിക്കൻ കേക്കിൻ്റെ ഈ ബാറ്റർ ഉണ്ടല്ലോ, അതിൽ മുട്ട, പാല്, മൈദ, സൺഫ്ലവർ ഓയിൽ, ഇത് മൂന്നെണ്ണം ചേർത്തിട്ടുണ്ടാക്കിയ ബാറ്റർ കൊണ്ടാണ് ഞാൻ ഈ ചിക്കൻ കേക്ക് ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ വിശദമായിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതും കൂടി വിശദമായിട്ട് പറഞ്ഞ വീഡിയോ ഇതിലും ഭയങ്കരമായിട്ട് വലുതായി പോകും. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് കുട്ടികളൊക്കെ നേരത്തെ വന്നിട്ടുണ്ട്. അപ്പോൾ ബലൂൺസൊക്കെ വീർപ്പിക്കാനും മറ്റൊക്കെ ആയിട്ടേ. വെള്ളം കുടിക്കണ കുരിപ്പാണ് നമ്മളെ ഗ്യാസ് സിലിണ്ടർ കഴിഞ്ഞു. എന്തായാലും നിങ്ങൾ വന്നത് നന്നായി. നമുക്കൊരു ഫിറ്റ് ചെയ്യാനറിയോ? നമ്മൾ കുക്കിംഗ് ധൃതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളെ ഗ്യാസ് കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ സിലിണ്ടർ മാറ്റാൻ വേണ്ടി നമ്മൾ ഈ സിലിണ്ടറിൻ്റെ മുകളിൽ D30 എന്ന് എഴുതിയിരിക്കണം കണ്ടില്ലേ, ഇത് 2030 വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സിലിണ്ടറാണ് കേട്ടോ. ഇതിനെക്കുറിച്ചിട്ട് ഏകദേശം ഒരു വിശദമായ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിലിണ്ടർ വാങ്ങിക്കുമ്പോൾ എല്ലാവരും ആ ഡേറ്റൊക്കെ ഒന്ന് നോക്കി വെക്കുന്നത് നന്നായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ കേക്ക് ഏകദേശം ലോ ഫ്ലെയിമിലിട്ട് വേവിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ നോൺ സ്റ്റിക്ക് പാൻ ആയ കാരണം കൊണ്ട് പെട്ടെന്ന് തന്നെ വിട്ടു വന്നു കേട്ടോ. കുളിച്ചിക്കണം സായിക്കുട്ടിയെ? ഇതോ ഓക്കെ എന്നാ ഗായ്സ് എല്ലാവരും വരൂ. ഇനി ബലൂൺ വീർപ്പിക്കൽ പരിപാടി ആയിക്കോട്ടെ. അങ്ങനെ എല്ലാവരും അവിടെ നിന്നിട്ടേ ബലൂണാണ് വീർപ്പിച്ചോളിയും. അവിടെ ഇരുന്നോളിയും. എന്താ എല്ലാവർക്കും അറിയാം ബലൂൺ വീർപ്പിക്കാൻ. ഓ എന്നാ എല്ലാവരും നല്ലോണം ഉള്ള കാറ്റൊക്കെ ഉപയോഗിച്ചിട്ടേ ഫാൻ ഉണക്കണ്ട. ഇന്ന് പാട്ട് വേണമെങ്കിൽ വെച്ചോളൂ കേട്ടോ. വരട്ടെ വരട്ടെ വരട്ടെ. നമ്മൾ ബലൂണ് കെട്ടിവെച്ച് എല്ലാതും നമ്മളിങ്ങനെ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അങ്ങനെ നമ്മളെ ഹാപ്പി ന്യൂ ഇയർ ആഘോഷങ്ങൾ ഏകദേശം സെറ്റായിട്ടുണ്ട്. ലൈറ്റ് ഇട്ടേ സുട്ടാ നോക്കട്ടെ. അങ്ങനെ ജിങ്കിൾ ലൈറ്റ്സും ബലൂൺസും എല്ലാം തൂക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഷോഫ ഇത്രയും കാലം ഷോഫ മീൻസ് ഈ ബെഞ്ച് ഇത്രയും കാലം സൈഡ് തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മളിത് ഒന്ന് ഇങ്ങോട്ട് മാറ്റിയിട്ടിട്ടുണ്ട് ചെറിയൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട്. ആ വൈബിനെടുത്ത് മാറ്റിക്കോളെ, അതെടുത്ത് മാറ്റിക്കോ. പിന്നെ നമ്മളെ ഹാളിലൊക്കെ ബലൂൺസ് എല്ലാതും തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഇന്നുമോളും സംഘത്തിൻ്റെയും പരിപാടികളാണ് കേട്ടോ. കുട്ടികളൊക്കെ ബലൂണ് വീർപ്പിച്ച് ഞങ്ങളെല്ലാവരും കൂടെ ഏകദേശം ബലൂണൊക്കെ വീർപ്പിച്ച് അങ്ങനെ തൂക്കിയിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഗസ്റ്റുകൾ വരേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും വരുമ്പോൾ കുടിക്കാൻ വേണ്ടിയിട്ട് ജ്യൂസ് ഇപ്പം തന്നെ നിരത്തി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. എടാ നിങ്ങൾക്ക് ആർക്കും ജ്യൂസ് ഇല്ല കേട്ടോ. നിങ്ങൾക്ക് വന്നപ്പോൾ ജ്യൂസ് തന്നു കഴിഞ്ഞാണേ ഇനി ഒഴിച്ചേക്കുന്ന ജ്യൂസ് കുടിക്കാൻ പറ്റരുത്. എന്താ എന്ത് അന്റെ അമ്മക്ക് സിബത്താണ്.
ജ്യൂസ് കഴിച്ചൂടെ? അത് പൊന്നാടി മോളെ നിരത്ത് വെക്കല്ലേ, പൊട്ടുന്നതല്ല, അത് തുടച്ചെടുക്കാൻ വയ്യ. നല്ല പിങ്ക് കളർ ഗ്രേപ്പ് ജ്യൂസാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇത് നമ്മൾ തിളപ്പിച്ച് പിങ്ക് ജ്യൂസ് പൊട്ടിക്കണ ഒച്ച ഒന്നിനും കുറച്ചാണെയും ഇന്ന് പടക്കം പൊട്ടിക്കാരും കുരിപ്പാളങ്ങള്. അങ്ങനെ നമ്മൾ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടായിരിക്കോ. അങ്ങനെ നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാവരും വന്നാൽ മതി. ഏകദേശം വീട് കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ എല്ലാവരും 6:30 മണി കഴിഞ്ഞു. ഇനിയിപ്പോൾ എല്ലാവരും ഓരോരുത്തരും വന്നുകൊണ്ടിരിക്കും. എല്ലാവരും 3 മണി 4 മണിക്കാകുമ്പോൾ എത്തുമെന്ന് പറയും. വീട് നമ്മളെ വീട്ടിൽ ജഗബൊക്കെ ഉണ്ടാവാൻ പോവാണ്. ഹായ് ഗൈസ്, ഹലോ എവരിബഡി. അതെന്നെ ഹഗ് ചെയ്യാ. അതെ, ഓനെല്ലാരും ആദ്യം ഹഗ് ചെയ്യൂ. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. മറ്റേ ന്യൂ ഇയർ ഒക്കെ എന്താ 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 ഇറക്കിക്കണ്. ഹാപ്പി ന്യൂ ഇയർ. പെട്ടി കുറച്ച് വലുതാണെന്നുള്ള സാധനം ചെറുതാണ്. പക്ഷെ അങ്ങനെ പെട്ടി വേറെ കിട്ടിയ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട്? ഉള്ളില് വന്നിട്ട് ബാക്കി എക്സ്പ്രഷൻ ഇട്. രസമുണ്ട് പറ. താങ്ക് യു. അതെ, കമാ. വരട്ടെ വരട്ടെ, ബായ് ഐഷുമ. അൻകുടിക്കാളല്ലേ താങ്ങുന്നത്. വന്നിടുന്നുള്ള ബന്ധപ്പീഴി കുടിക്കണില്ലേ? സാധാരണ ഞാനേ ഓള് വന്നു പറഞ്ഞാൽ ഞാൻ പാനി ചെല്ലും. ഇപ്രാവശ്യം ഞാൻ പാനി എന്നില്ല. ചെന്നിട്ട് കാര്യമില്ല, നമ്മളത് കൂടെ വരില്ല. ഓള് ഇവിടെ കുത്തുന്നു, ഇവിടെ ഇവിടെ ഉണ്ട് നക്ഷത്രം. ഞാൻ ആളെ പിടിക്കാനല്ലേ, അതിനെക്കാട്ടിക്ക് സ്ത്രീയില്ല ഓളെ. പാസ്ത പോകുന്നുണ്ട് ഗായ്സ്. പോട്ടെ. എന്റെ അമ്മയും മക്കളൊരു കൂട്ടത്തില് ഇവിടെ വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്നത്. ശൈലമാന്റെ വകയായി ഇത് കൊടുന്നേക്കേ നേരത്തെ ഉപ്പിട്ടിക്കണോ? ഉപ്പൊക്കെ നോക്കിയില്ലേ? അലിയാ അവര് വലിയ ഗിഫ്റ്റ് റബ്ബേ. ഈ ഗിഫ്റ്റ് കിട്ടുന്ന ആള് ഞാനാവണേ. അതെ, ഷാക്ക് വ്യത്യാസം കാണുന്നില്ല. വ്യത്യാസം അങ്ങനെ ആക്കിയതാണേ. 3 ഗിഫ്റ്റ് കൂടെ വാ. വേണം 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 വേണം. അത് വേണ്ട തന്നെയാണ്. അങ്ങനെ ഇവിടെ എല്ലാരും ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എവിടെയാ നിനക്കാര് സമ്മാനം തരുന്നത്? അങ്കലാപ്പ് എന്നാ എന്റെ അങ്കലാപ്പെന്ന് അവസാനിക്കുക. ഇവിടെ എല്ലാരും ഗായ്സ് നമുക്ക് എന്തെല്ലാം ഗിഫ്റ്റ് കിട്ടുന്നില്ല. ഇവരുടെ കയ്യിൽ നല്ല മുതുക്കൻ 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 ഗിഫ്റ്റുകളുണ്ട്. ആ ഫാൻ ഓഫ് കുറിപ്പുകളെ മുതുക്കൻ ഗിഫ്റ്റുകളൊക്കെ ഉണ്ട്. കുറച്ച് വലിയ പെട്ടി അയാളുടെ മുമ്പിൽ തന്നെ തുറക്കാല്ലേ? അതെ, അയാളെ മുഖത്തേക്ക് നോക്കിട്ട് വേണം ഗിഫ്റ്റ് തുറക്കാൻ.
ആയിക്കോട്ടെ ഗായ്സ്. സമ്മാനദാന ചടങ്ങുകളാണ്. എല്ലാവരും പോവാണ്. അപ്പൊ സമ്മാനദാന ചടങ്ങ് തുടങ്ങാം. പൊന്നാറ് ശൈത്യ ആ ഗിഫ്റ്റ് നിലത്ത് വെച്ചാളെ നമുക്ക് കൊടുക്കാം. പിന്നെ എല്ലാം റെഡി ആയോ? എവരിബഡി റെഡി? അങ്ങനെ ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഗിഫ്റ്റ് കൊണ്ട് കൈമാറ്റം ചെയ്താൽ മതി. അത് ആർക്കൊക്കെ എന്തൊക്കെ ഗിഫ്റ്റ് എന്നറിയാം. അത് ആകെ ടെൻഷൻ ആയിട്ട് കൊടുക്കും. ഓക്കെ. അപ്പൊ ഗൈസ് വാപ്പാന്റെ ആളെ വിളിക്കുന്നതാണ്. വാപ്പ കമോൺ, ആരുടെ പേര് പറയൂ? ഞാൻ എന്റെ ആളെ വിളിച്ചോ? അത് അങ്ങോട്ട് അവിടെ പൊളിച്ചിത്തരം. പറ. അതെ ഒരാകെ ടെൻഷനില്. ആരെ വേണ്ട? സമയം കൊടുക്ക. അപ്പാർട്ട്മെന്റിന് വിചാരിക്കും എന്താണ് നടക്കുന്നത്. നിഷാരുമോൻകാരാ? താങ്ക് യു. മമ്മിക്ക് അസൂട്ടൻ. അസൂനാരാണ്? ഞാൻ പറയൂ. അത് എന്റെ ഇഷ്ടം. ഓക്കെ. അത് ഇറങ്ങി വേണേ. യാമിക്കുട്ടി. യാമിക്കുട്ടി ആരാ? ഞാൻ ഓർത്തിരിക്കട്ടെ. എന്നാലും ഇമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ട പേരക്കുട്ടിന്റെ ഇമ്മച്ചിക്ക് കിട്ടി. അതവിടെ എന്താ? അതെ. പിന്നെ അതെ. ഇനി അടുത്തതായി ഞാൻ പറയട്ടെ. നബിലാവ. ഓൾക്ക് ഇഷ്ടപ്പെട്ട പേർ തന്നെ കിട്ടിക്കണു. അവിടെ നിൽക്കണം. ഷൈദ്യ നജിവാമാർ നീക്കല. ചെറുതും വലുതും. മറ്റേ എന്തോ വലിയ കഥാനായക പോലത്തെ സന്തോഷം. നീ നജിമാമ്മ വിളിക്കാൻ പോവുകയാണ്. കമാ നജിമാമ്മ.
ഷൈജാമാക്കാർക്കാ ഷൈജ ഒരുപാട് പേടിച്ചിരുന്നു. ഷൈജാമ ഒരുപാട് പേടിക്കുന്നുണ്ട്. അതെ. ഇസൂനാരാ? അനന്തിക്ക് 2 സമ്മാനങ്ങളോ? അതാ മാഷ് എടുക്കണ്ട്. കഴിഞ്ഞില്ലേ? വാപ്പ വരെ എത്തിയില്ലേ? കഴിഞ്ഞു. അനക്ക് തന്നില്ല ഓള്. ഞാൻ തന്നില്ലേടി. ഗിഫ്റ്റ് പൊളിക്കുന്ന പരിപാടി. അല്ല ഇത് ഓനിക്കല്ലേ നോക്കുന്നൊക്കെ. പിന്നെ ചിരിക്കുന്നതല്ല. ഇനി എല്ലാരും ഗിഫ്റ്റ് തുറക്കുന്ന സെറിമണി. ഏജ് അനുസരിച്ച് തുറക്കുകയാണ്. എടുക്കാനുള്ളതാണത്. അപ്പൊ നമ്മുടെ സായാൻ തുറക്കുന്നത്. എന്ത് കത്തി. പിന്നെ ഡോണാണ്. ഡോണ് ഇത് മാത്രം കേട്ടോ. അതാ അനക്ക് കാണാനല്ല. പിന്നെ ഗൈസ് ആരും പേടിക്കരുത് കേട്ടോ. എന്റെ അനിന്റെ മുഖത്ത് അത്ര എക്സ്പ്രഷൻ ഒക്കെ വീഡിയോയുള്ളൂ. ആരും പേടിക്കരുത്. ഞങ്ങൾക്ക് ഇത്ര എക്സ്പ്രഷൻ കാണുള്ളൂ. അത് കൊറേ ചോദിച്ചറിഞ്ഞ അതിന്റെ കൊടുക്കണേന്ന്. മാറിക്കോ. തോന്നിയില്ല. അല്ലേ കുറച്ചോനെ കുടുങ്ങിയാലോ. ഞാനാണെങ്കിൽ വലിയ വലിയ വർത്താനം പറഞ്ഞു പോയി. അല്ലാ പഠിച്ചോനെ. എന്താടി അനക്ക് വെറുതെ പറയാ വാവുത്. ഞാൻ പോലും തുറന്നു നോക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ നമ്മള് ഗിഫ്റ്റ് പോയാക്കരുത്. അല്ലെങ്കിൽ ഓൾഡ് ജാസി ഗിഫ്റ്റ് അത് തുറക്കേണ്ട ആവശ്യമില്ല. ഡോറ് തുറന്ന അതെ ഡോറ് തുറന്ന ഈസി തുറക്കാൻ പറ്റും. ടീഷർട്ട് അതാ കൂളിംഗ് ഇന്റെ പപ്പക്ക് എന്ത് പറ്റിയത്? എന്റെ പപ്പക്ക് ഇത് എന്ത് പറ്റിയെന്ന് ഇത്ര അതായത് കൊടുത്ത പൈസക്കില്ല 4 ഇരട്ടിക്കില്ല എക്സ്പ്രഷൻ. അതെ പൈസ മുതലായി. ഡമ്പലാണോ? നല്ല കാറുണ്ടോ?
തുറക്കടാ, തുറന്നോക്ക്. നീ തുറന്ന രീതി ശരിയല്ല എന്നിട്ടാണ്. ഐശുമാക്ക് സന്തോഷം. നീ ആർക്കും കൊടുത്തേ? ഹാപ്പി ന്യൂ ഇയർ. അയ്യോ, അങ്ങനെ അതിന്റെ കൂടെ ഫ്രീ ആയി കിട്ടിയതാണ്. അങ്ങനെ കാത്തിരുന്ന് എന്റെ സുദിനെത്തി അവിടെ. ടോപ്പല്ല, മാസ്ക്, ശ്വാസമായിട്ട് ഇടാനുള്ള മാസ്ക്. പണിയാണ് ഉഷാറായിട്ട് എടുക്കാതെ മേശന് കിട്ടിയിട്ടുണ്ട്. ഇതോടെ 3-4 വ്ളോഗ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. എനിക്ക് പേടിയാവുന്നു ഗൈസ്. ശ്രീരാമക്ക് ടെൻഷൻ കൊടുത്തു തുടങ്ങി. അല്ല എനിക്ക് പേടിയാവുന്നേ. അല്ല, ഇതിന്റെ ഉള്ളിൽ വരേണ്ട സാധനാണ് ഇത്. ആദ്യം ഇത് കാണിക്ക, ആദ്യം ഇത് കാണിക്ക. നമ്മുടെ ലക്ഷ്യം മക്കൾ സന്തോഷം മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. നബിലാമ ഡോണാവുണ്ടോ? അപൂർവ എന്തോ ആണോ? അങ്ങനെ വാങ്ങിച്ചെടുത്തോ? ചുരിദാർ വാങ്ങിച്ചെടുത്തോ? ചുരിദാറായോ? സാരിയല്ല, 2026 മച്ചി ചുരിദാർ തൊട്ട് നോക്കട്ടെ. തീർച്ചയായിട്ടും ഇട്ട് നോക്കണം മച്ചിയെ. നോക്കിയൊക്കെ എന്താണെന്ന് ഇതന്നെ. പൊടിയുണ്ട്. എന്താണ്? എനിക്ക് പൊടിയുണ്ട്. എനിക്ക് പൊടി കിട്ടി, പൊടി കിട്ടി. പൊടിസെറ്റ് നാളെ തട്ട ഞാടാൻ പോണത്. നേരമില്ല, തിരുപ്പണ്ണ ആവശ്യമൊന്നുമില്ല. ഇനി നീയാ തുറക്കണ്ടത്. എന്താണ് ഇനി നീ ഗൈസ്, ഇനി ഞാൻ നബിലുട്ടി കൊടുത്ത ഗിഫ്റ്റ് ആണ് കേട്ടോ. അല്ല, ഞാൻ ഭയങ്കര ടെൻഷനിലാണ്. ഡ്രസ്സൊന്നല്ല നബിലാമക്ക് ഇജ്ജലൊക്കെ തന്നു പൊലിവായി. ഭയങ്കര ടെൻഷൻ. റബ്ബിലാലായി തമ്പുരാനെ, ഈ കുരിപ്പിന് ഗിഫ്റ്റ് എടുക്കലാണ് ഏറ്റവും പണിയില്ല പണി. എനിക്കറിയാൻ പാടില്ല മുത്ത് എന്താവുന്നാവോ. സംഗതി അവളെ തന്നെങ്കിൽ എന്റെ സെലക്ഷൻ ഉണ്ട് കേട്ടോ. അത് അമ്മന്റെ സെലക്ഷനാ. ഇന്നെ നോക്കിട്ടൊന്നും കാര്യമില്ല. കൈ കഴിയട്ടെ. എനിക്ക് വയ്യ, ഞാൻ മെല്ലെ കൈ കഴിയട്ടെ. എനിക്ക് പേടിയാവുന്നുണ്ട്. കണ്ണാക്കിയൊക്കെ ഒന്നും കുഴപ്പമില്ലാതൊക്കെ. അതെ, നീ ഡ്യൂട്ടി ടൈം അത് വിചാരിക്കല്ലേ, പരസ്യം അത് വിചാരിക്കല്ലേ. വിത്ത് ബോട്ടില് നോക്കട്ടെ. അതാ ഈസുട്ടാ ഒന്ന്. എന്താണ് നോക്കി നോക്കട്ടെ. എന്തായാലും 3 താത്ത കൊടുക്കുമ്പോ തുറക്കൂലെന്നറിയാം. നമ്മള് തുറക്കാൻ പറ്റൂലല്ലോ. ആമസോണിൽ മൈക്രോവേവ് എങ്ങനെ മേടിച്ചോ? എന്തോ കനപ്പെട്ട ആമസോണിൽ വന്നിട്ടുള്ളൂ.
സൂപ്പർ മാർക്കറ്റോ? എന്താണ് ഗായ്സ്? എന്താ ഒന്ന് കാണട്ടെ ഞങ്ങളെ. അതൊക്കെ നല്ല പറ്റി. അതൊക്കെ ഇഷ്ടമായി. പറയണ്ടല്ലോ അല്ലേ? അടിപൊളി. വൈറ്റ് ടോണ് ഇതിലെ ചിക്സ് ന്യൂട്രൽ അതിലുണ്ടോ? അത് അഞ്ചെണ്ണത്ര അത് വല്ലാണ്ട്. അതെ, നല്ല കളക്ഷൻ ചെയ്യുന്നത് നന്നായിട്ടുണ്ട്. അതെല്ലാവർക്കും ഉണ്ടാവും. അയ്യോ, ഓക്കെ. അങ്ങനെ ശരീരത്താന്റെ ബോക്സ് ചെയ്തു. നെഞ്ഞിടിക്കുന്ന പരിപാടി ഇത് തുറക്കാൻ പോവുകയാണ്. ലെവൻ ബാഗ് ബുക്ക് ഒക്കെയാണ് ഡിമാൻഡ് ചെയ്തിരുന്നത്. സന്തോഷിച്ചു. അതെ, ആ ചിരി കൂടുന്നില്ല. അപ്പൊ സക്സസ്. അല്ല, ഇസു ആർക്കെ കൊടുത്ത്? അൻമോൾക്കല്ലേ? അൻമോൾ രണ്ടെണ്ണം. ഇങ്ങനെ റിച്ച് ഗിഫ്റ്റ് കൊടുത്തിട്ട് എങ്ങനെ പെടാപ്പാ ഉണ്ടാവാതിരിക്ക? എന്നാ ഞാനും കൂടി ലേശം എനിക്ക് തരുമുണ്ട്. ഓളാണെങ്കിൽ കുറച്ച് ഞാൻ പറഞ്ഞ മുട്ടായി തരുമുണ്ടോന്ന്. തുറക്കടി, പെട്ടി തുറക്ക്. ഭാഗ്യം എല്ലാത്തിനുള്ള അടുത്തോ. ജോലിക്ക് പോകുമ്പോൾ അന്റെ മുന്നിടാൻ വേണ്ടി നല്ല കുർത്തിയിരുന്നു. വാപ്പാക്ക് സ്വന്തം കൈ കൊണ്ട് വാപ്പി കുർത്തി ചരിത. നല്ല എക്സ്പ്രഷൻ ആണ് കേട്ടോ. സ്റ്റൈലാവാനുള്ള ഡ്രസ് ഇന്നോ. അതെ, സമ്മാനദാനം കഴിഞ്ഞു. ഇനി അങ്ങോട്ട് നോക്കിയേക്ക്, അങ്ങോട്ട് നോക്കിയേക്ക്. എന്താ നിങ്ങളൊക്കെ ഇതൊക്കെ ഒന്ന് ക്ലിയർ ആക്കി. അല്ലേ, ഇതിങ്ങനെ പറിച്ചിടുമ്പോ നെഞ്ചത്ത് അപ്പൊ അതൊക്കെ ഒന്ന് പറിച്ചിരുന്നെങ്കിന്നൊക്കെ. അതെ, 4 പറഞ്ഞിട്ടുണ്ടേ. ഇതൊക്കെ ക്ലീൻ ആക്കണ്ടേ. നെജി എന്താ പറഞ്ഞേ? നെജിക്ക് എത്ര ഹാപ്പി ന്യൂ ഇയർ. എത്ര ഹാപ്പി ന്യൂ ഇയർ.